ഞങ്ങൾ ഡേ 1 ചിന്നമന്നൂർ സ്റ്റേ ചെയ്ത് രണ്ടാമത്തെ ദിവസം രാവിലെ നേരത്തെയാണ് മേഘമലയിൽ കയറുന്നത്. സോ നിങ്ങൾ ചിന്നമന്നൂർ സ്റ്റേ ചെയ്ത് പോവുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, വെയിൽസ് റെസിഡൻസി. ഞാൻ ഒന്നും കൂടെ ക്യാപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ അഫോർഡബിൾ ആയിട്ട് പ്രൈസിൽ റൂം ഇട്ടുട്ടാ. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ ലഗേജും ലോഡ് ചെയ്ത് നേരെ പോയി രാവിലത്തെ ഫുഡ് അടിക്കാൻ. അങ്ങനെ അവിടുന്ന് ഓരോ ദോശയും കഴിച്ച് സ്ഥലം വിട്ടു. മേഘമല കയറുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തുള്ള റോഡും നല്ല അടിപൊളി കാഴ്ചകളും കാണാൻ പറ്റൂട്ടാ. അതേപോലെ തന്നെ ഈ റൂട്ടിൽ മറ്റൊരു രഹസ്യമാണ് ഈ ഒരു മുന്തിരി തോപ്പുകൾ. എൻ്റെ മോനെ എന്ത് രസം അറിയാം കാണാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതും കൂടി കണ്ടുകൊണ്ട് പോവാം. ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്താൽ അവർ നമുക്കൊരു നമ്പർ തരും. സോ അത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവരോട് ഇൻഫോം ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ഈ ഡസ്റ്റ്ബിനിൽ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മേലോട്ട് കയറാനായിട്ട്. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ കയറിയതുകൊണ്ട് ഒരു തിരക്കില്ലാതെ പോകാൻ പറ്റി. നിങ്ങൾ എപ്പോഴും ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ആ പോകുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം അതിനേക്കാൾ എന്തോ ഒരു ഭംഗി നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും, പ്രത്യേകിച്ച് ഈ പോകുന്ന റൂട്ട്. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് മേഘമല. ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ. അവിടുത്തെ വീടൊക്കെ നോക്കി എന്ത് രസം അറിയാം കാണാനായിട്ട്. ഞങ്ങൾ മാർച്ച് സീസണിൽ പോയിട്ടും ഈ ഒരു സ്ഥലത്ത് നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ പേര് പോലെ തന്നെ മേഘങ്ങളൊക്കെ ചില ഭാഗത്ത് ഫുള്ളായിട്ട് മൂടിക്കിടക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തുനിന്ന് വേണ്ടത്ര ഫോട്ടോസ് എടുത്തോട്ടാ, കാരണം നല്ല ഫ്രെയിമാണ്. പിന്നെ മേഘമലയിൽ നിന്ന് കുറച്ച് ദൂരം മേലോട്ട് പോയാൽ ഒരു കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 30 രൂപ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുന്നിന്റെ മേലെ പോയിട്ട് താഴെയുള്ള ടൗണുകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു കുന്ന് നല്ല രീതിക്ക് തന്നെ മേലോട്ട് കയറാനുണ്ട് കേട്ടോ. സോ നോക്കി കയറുക. അങ്ങനെ അവിടെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഞങ്ങളൊരു ഉച്ചയ്ക്ക് 1 മണി ആകുമ്പോഴാണ് താഴോട്ട് ഇറങ്ങുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ രാമക്കൽമേട് വഴിയൊക്കെ പോവാം. പക്ഷെ നമുക്ക് വൈകിട്ട് NH83 എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ റൂട്ടാണ് പിടിക്കാൻ പോകുന്നത്. ഈ ഒരു റോഡ് എക്സ്പീരിയൻസ് നമ്മുടെ കേരളത്തിൽ കിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ കമന്റ് ബോക്സിൽ എന്തായാലും എന്നെ എടുത്ത് പൊങ്കാലിക്ക് ഇടുന്നറിയാം. പക്ഷെ അവരാരും ഈ ഒരു റൂട്ടിൽ കൂടെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബൈക്ക് എടുത്ത് ഈ ഒരു റൂട്ട് പിടിച്ചോ. അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രിപ്പ് അടിക്കാം.